ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം. ഇന്നിപ്പോൾ മെയ് 1 മെയ് 1/5/25 കഥയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പൂക്കളൊക്കെ കൂടെ ലോഡ് ചെയ്ത് കൊടുത്തയക്കുകയാണ് നമ്മുടെ സച്ചി രേവതിയും കൂടെ കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ വന്നിട്ടുണ്ട്. അതും സച്ചി അറിയുന്ന പയ്യൻ തന്നെയാണ്. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഫുൾ ടൈം ഫോണിൽ ഏതോ ഒരു ലവർ ഉണ്ടാവുന്നത്. അപ്പോൾ അവളോട് സംസാരിച്ചുകൊണ്ടാണ് ഇവൻ ഈ നിൽക്കുന്നത്. അപ്പോൾ സച്ചി ചീത്ത പറയണ്ടേ, എടാ നീ അതൊന്ന് നിർത്തിയിട്ട് ഒന്ന് വണ്ടി എടുക്കാൻ നോക്ക് എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയും ഇതപ്പോൾ വരെ സച്ചി ഏട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സച്ചി അകത്ത് കയറി 2 പൂമാലയും കൊണ്ട് വരികയാണേ. 2 കയ്യിലും 2 പൂമാല പിടിച്ചിട്ട് രേവതിയോട് പറയാ, നീ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ ഫോൺ എടുത്തിട്ട് എന്ന് പറയും. അപ്പോൾ എന്തിനാ എടുക്കുക എന്നറിയും. അപ്പോൾ പറയും എന്തിനാന്ന് പറയും, ഇതിങ്ങനെ പിന്നെ ഇപ്പോഴല്ലേ എടുക്കാനൊരു ഇതുള്ളൂ, അതുകൊണ്ട് നീ ഇപ്പോൾ എടുക്കറിയാം. അത് ശരി, അതുവരെ മുഴുവൻ ഞങ്ങൾക്കും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇടുന്നത് സച്ചിയേട്ടനാണല്ലേ എന്നറിയും. അപ്പോൾ എടി ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ധാരാളം ഓർഡറുകൾ കിട്ടുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. വണ്ടി നിറയെ ഫോട്ടോ അല്ലേ, പൂക്കളല്ലേ, പൂമാലകളല്ലേ എന്നൊക്കെ പറയും. ശരി എന്ന് പറഞ്ഞിട്ട് എന്നാൽ നിൽക്കുക സച്ചിയേട്ടൻ, നേരെ സച്ചിയേട്ടനെ മാത്രം പോരല്ലോ എല്ലാം കിട്ടണ്ടേ എന്ന് പറയും. അങ്ങനെ വണ്ടിയും പൂക്കളും ഒക്കെ പാടാൻ നിൽക്കണുള്ള ഒരു ഫോട്ടോ നമ്മുടെ സച്ചി രേവതി എടുത്ത് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോഴും ഈ പയ്യൻ നിന്ന് ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ എടാ ഒന്ന് നിർത്തി പോകാൻ നോക്കടാ എന്നൊക്കെ പറയുക. അപ്പോൾ നീ ഫോൺ വിളി ഒന്ന് നിർത്തിക്കൂടെ, നമുക്ക് ആരെയും നീ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി ചീത്ത അറിയണം. അപ്പോൾ രേവതി അറിയും, സച്ചിയേട്ടൻ എന്താ ഫോൺ വിളിച്ചെടുക്കാറില്ലേ എന്നൊക്കെ വയ്ക്കും. സച്ചിയേട്ടന് ഫോണിൽ സംസാരിച്ചിട്ടില്ലേ വണ്ടി ഓടിക്കുക അറിയും. ഞാൻ ഫോണിൽ സംസാരിക്കാൻ പറ്റും, അത്യാവശ്യമുള്ള കോള് മാത്രമേ ഞാൻ എടുക്കുള്ളൂ, അല്ലാണ്ട് എല്ലാ കോളും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സംസാരിക്കാറൊന്നുമില്ല ഞാൻ എന്നറിയും. അപ്പോൾ ശരിയാ, ഇത് സംസാരിക്കാണെങ്കിൽ എൻ്റെ ഓട്ടൊന്ന് പോവില്ല സച്ചിയേട്ടാ എന്നറിയും. കാരണം അവൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ആ വിളിച്ചും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ വണ്ടി എടുത്ത് പോവുകയാണ് ഈ ഓട്ടോക്കാരൻ പയ്യൻ. അതിൻ്റെ പിന്നാലെ ആൻ്റണി പറഞ്ഞയച്ച ഗുണ്ടകളും ബൈക്കിൽ പോകുന്നുണ്ട് കേട്ടോ. 2 കൂടെ ബൈക്കെടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ അപ്പോഴും ഈ പയ്യൻ ഇങ്ങനെ കഴുത്തിൽ ഫോൺ വെച്ചിട്ട് നിന്ന് ഈ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കുക, എൻ്റെ മുത്തല്ലേ, എൻ്റെ ചെല്ലക്കുട്ടിയല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ പിന്നാലെ ഇവരുമുണ്ട്. അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവനെ വെയിറ്റ് ചെയ്ത് 2 പേര് വേറെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മറ്റവന്മാരോട് ഈ ബൈക്കിൽ വരുന്നവന്മാർ പറയും ഇങ്ങനെ വണ്ടി പോന്നിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ വണ്ടി ഇവന്മാരെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും മറ്റേ ഫോളോ ചെയ്ത് വന്നവന്മാർ ഈ ഗുണ്ടകളടുത്ത് എത്താണ്. അപ്പോൾ അവരോട് അറിയാൻ പോണ വണ്ടിയാണ്, നിങ്ങളതിൻ്റെ പിറകെ വിട്ടോ എന്ന് പറയും. അവനെ വെട്ടിച്ച് എങ്ങനെയെങ്കിലും വണ്ടി കൈക്കലാക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഇവന്മാർ 2 കൂടെ, അതായത് കാത്തുനിന്ന 2 ഗുണ്ടകളും കൂടെ, ഒരു തടിയനും ഒരു മെലിയനുമാണ്, മെലിഞ്ഞിട്ടുള്ള ആളാണ്, 2 പേരും കൂടെയാണ് ഈ വണ്ടി എടുത്ത് പോണത് ബൈക്ക് കൊടുത്തിട്ട്. അങ്ങനെ അപ്പോൾ ഈ ചെറുക്കൻ ഈ ഫോൺ 24 hours ഫോൺ എന്നും പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അടുത്ത ഈ ബൈക്ക് ഓടിച്ച് വന്ന ആൾക്കാർ ഇവൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇത് ഫോളോ ചെയ്തുകൊണ്ട് വരുമ്പോഴേക്കും നമ്മളുടെ മറ്റേ മണ്ഡപത്തിൽ അയാൾ വന്ന്, വിശ്വനാഥൻ എന്ന് പറഞ്ഞ അയാൾ വന്ന് വേറെ ആളുകളെയൊക്കെ വിളിക്കണേ, എല്ലാവരും വരണം എന്നൊക്കെ പറയും. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് വേറൊരാളാണ്. അപ്പോൾ അയാളോട് പറയാണ് ഈ വിശ്വനാഥൻ പറയും, ഞാൻ വിളിക്കാം സാർ വിളിക്കും സാർ ഇങ്ങോട്ട് വന്നാൽ മതി, ചടങ്ങ് തുടങ്ങാൻ ഒരു 30 minute ഉള്ളപ്പോൾ ഞാൻ വിളിക്കാം സാറിന്, അപ്പോൾ വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അയാൾ എവിടെയോ ഒന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ സെൻട്രൽ ഡൽഹിയിൽ നിന്ന് വന്ന ടീമാണ്. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ ഇതാക്കും. കഴിഞ്ഞപ്പോൾ അനുയായികളോട് ചോദിക്കും എല്ലാം സെറ്റല്ലേ ചോദിക്കുമ്പോൾ എല്ലാം സെറ്റാണ്, ചെറുക്കൻ കെട്ടേണ്ട താലിമാല വരെ സെറ്റാണ്, പക്ഷേ ഇതുവരെ പൂക്കളെത്തിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ പറയും പൂക്കളെത്തിയിട്ടില്ല വയ്ക്കുമ്പോൾ ഇല്ല, പൂക്കൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയും. അതെന്താ പൂക്കളെത്താത്ത, താലിമാല കല്യാണമാല എന്താ എത്താത്തെന്ന് വയ്ക്കും. ഇപ്പോൾ അനൂപ് കളിക്കുക. അപ്പോൾ അനൂപ് ഓടി വരും. എന്താ പറയുമ്പോൾ അവനെ വിശ്വസിക്കാം സച്ചി ഇന്നലെ വിളിച്ചപ്പോഴും കൂടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് വിളിക്കുക, നീ ഒന്നും കൂടെ വിളിച്ച് കൺഫേം ചെയ്താൽ കറക്റ്റ് സമയത്ത് പൂമാല എത്തിയിട്ടില്ലെങ്കിൽ നിന്നെക്കൊണ്ട് അവൻ്റെ ഭാര്യയെ കൊണ്ട് ഒരു റീത്ത് പണിയിച്ച് നിൻ്റെ നെഞ്ചത്ത് ഞാൻ വയ്ക്കും, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ പരിപാടിൻ്റെ തുടങ്ങുമ്പോഴേക്കും പരിപാടി കഴിയുമ്പോഴേക്കും ഈ കേരളം മുഴുവൻ ഞാൻ അറിയപ്പെടണം, അതുമല്ല വരുന്ന ആളുടെ മനസ്സിൽ ഞാനൊരു കസാര ഇട്ട് തരണം എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ പ്ലാനിങ്ങാണ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ നേതാവ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു ഇതും സംഭവിക്കാൻ പാടില്ല. അനൂപേ നീ ഒന്നും കൂടെ വിളിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, സംഭവം ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ
എല്ലാത്തിനും ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി. അപ്പോൾ സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സച്ചിയെ നമുക്ക് വിശ്വസിക്കാം, പറഞ്ഞ സമയത്ത് സംഭവം ഇവിടെ എത്തും എന്നാൽ പോരെ എന്നൊക്കെ പറയും. എത്തിയിട്ടില്ലെങ്കിൽ ഒരു റീത്തും കൂടെ പറഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അയാൾ പിന്നെ ഇതാക്കുക. അപ്പോൾ അനൂപ് വിളിക്കുകയാണ്, സച്ചി എന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇവിടെ വണ്ടി കൊണ്ടുപോയി. കാരണം ഇവൻ പിന്നെന്താണ് ഈ ബൈക്കിൽ വരുന്ന ആൾക്കാർ ഈ ഓട്ടോറിക്ഷക്കാരൻ പയ്യനോട് അറിയാം, ചേട്ടാ പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വയ്ക്കുമ്പോൾ പിന്നിലെ പിന്നെന്താണ് ടയറിൽ കാറ്റില്ല, പഞ്ചറാണതെന്ന് പറയും. അപ്പോൾ ഇവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണിനോട്. അപ്പോൾ പറയും എന്താ വെച്ചിട്ട് ഇവൻ വണ്ടി സൈഡാക്കുക, പറയും പിന്നിലെ ടയറിൽ കാറ്റില്ല, പഞ്ചറാണെന്ന് പറയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് ഇറങ്ങി നിന്ന് അത് ഇങ്ങനെ മുന്നിലെ ടയർ വന്ന് ഇങ്ങനെ കാലും കൊണ്ട് തട്ടി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നൊന്നും നോക്കില്ല, അവൻ മാറി നിന്ന് സംസാരിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റായ കാര്യമാണ്, 9 മണിക്ക് മുന്നേ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ ചട്ടം കെട്ടിയിട്ട് അവൻ മാറി നിന്ന് ആ പെണ്ണുമായിട്ട് സംസാരിക്കുന്നതാണ് ഫോണിൽ. അപ്പോഴേക്കും അതിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്ന് ഓട്ടോറിക്ഷ എടുത്തും കൊണ്ട് പോവുക. ഓട്ടോറിക്ഷ എടുത്തും കൊണ്ട് പോകുന്ന സമയത്താണ് ഇവൻ കാണുന്നത്, വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവൻ കാണുന്നത്. അപ്പോഴേക്കും ഇവൻ പിന്നാലെ ഓടിക്കഴിഞ്ഞിട്ട് എവിടുന്ന് കിട്ടാൻ ഒരു രക്ഷയില്ല. അപ്പോൾ നിർത്തടി നിൻ്റെ ഫോൺ വിളി, നീ നിർത്തി, എൻ്റെ വണ്ടി കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇവൻ ബഹളം വെക്കുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചിനെ ഫുൾ റിങ് അടിച്ചിട്ടും സച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കാണാൻ സച്ചി, അത് കഴിഞ്ഞാണ് സച്ചി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അനൂപിൻ്റെ വിളി വരുന്നത്. അപ്പോൾ അനൂപ് വിളിക്കുമ്പോൾ അനൂപാണല്ലോ വിളിക്കുന്നത് അറിയാം. അപ്പോൾ സച്ചിയേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് രേവതി അങ്ങോട്ട് റൂമിലേക്ക് വരികയാണ്. കുളി കഴിഞ്ഞു ഇത് പോകാൻ നിൽക്കുകയാണ് അറിയുമ്പോഴേക്കും രേവതി വരികയാണ്. രേവതി വന്നപ്പോൾ അനൂപാണല്ലോ വിളിക്കുന്നത് പറഞ്ഞിട്ട് അപ്പോൾ അനൂപേ എന്തായടാ, പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ, പൂമാലയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടു വയ്ക്കുമ്പോൾ പൂമാല എവിടെയാണ് പൂമാല എന്ന് ചോദിക്കുക. അപ്പോൾ പൂമാല ഞാൻ ഇവിടെ നേരത്തെ കയറ്റി അയച്ചല്ലോ എന്നറിയും. ഇന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ല മണ്ഡപത്തേക്ക്. ഇതാ സച്ചി, ഞാനൊരു കാര്യം പറയാം, നമ്മളെ എല്ലാവരെയും കൊല്ലും വിശ്വാസം സാറ്, മര്യാദയ്ക്ക് സാധനം ഇവിടെ എത്തിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയോട് ഒരു റീത്തും കൂടെ ഉണ്ടാക്കാൻ പറയാം, എൻ്റെ നെഞ്ചത്തോട്ട് വെക്കാൻ. അതൊക്കെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്, ഇതിനൊരു മുടക്കം വരുത്തല്ലേ എന്നൊക്കെ പറയാണ് അനൂപ്. അപ്പോൾ പറയും ഇല്ലടാ, സംഭവം ഞാൻ അയച്ചു, ഞാൻ എന്നാൽ നീ ഓട്ടോ ഡ്രൈവറെ ഒന്ന് വിളിച്ച് നോക്കാം, അവനെന്താ പറയേണ്ടത് നോക്കാമല്ലോ എന്നൊക്കെ പറയണം. എന്നാൽ ശരി ഞാൻ വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് കോൾ ലിസ്റ്റിൽ മുഴുവൻ ഇയാളുടെ മിസ് കോൾ കിടക്കുന്നത് കാണാം, അതായത് സതീശൻ്റെ. അതിൽ ഫോൺ അങ്ങോട്ട് വിളിക്കുക. അപ്പോൾ സതീശൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അപ്പോൾ ഈ സതീശൻ ഈ പെണ്ണിനോട് സംസാരിച്ചു കൊടുക്കും, എടി മര്യാദയ്ക്ക് വെച്ചിട്ട് പോടി, എൻ്റെ ഓട്ടോറിക്ഷ പോയടി, മര്യാദയ്ക്ക് ഫോൺ വയ്ക്കുന്നൊക്കെ ആ പെണ്ണിനോട് അപ്പോഴും പറയുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മുടെ സച്ചി വിളിക്കുമ്പോൾ സച്ചി വിളിച്ചിട്ട് സതീശേ, നീ പൂക്കൾ അവിടെ എത്തിയില്ല, നീ എവിടെ നിൽക്കുക, നീ ബ്ലോക്ക് പെട്ടോ എന്ന് നോക്കി. അപ്പോൾ ബ്ലോക്ക് പെട്ടോ എന്നല്ല സച്ചിയേട്ടാ, എൻ്റെ ഓട്ടോറിക്ഷ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. ആരെ കൊണ്ടുപോയി, എന്താ കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല സച്ചിയേട്ടാ, ഞാൻ ആകെ പെട്ടിരിക്കുക, എൻ്റെ വണ്ടി കാണല, വണ്ടിയും കൊണ്ട് പോയി എന്നൊക്കെ പറയും. അതിൽ സച്ചി ആകെ തളർന്ന് നിൽക്കുക. പറയും എന്താ ചോദിക്കുക രേവതി. അതിൽ പറയും നമ്മളെ വണ്ടി ആരോ തട്ടിക്കൊണ്ട് പോയത്ര, അവൻ്റെ അറിയും, തട്ടിക്കൊണ്ടുപോയി വയ്ക്കും. അങ്ങനെ രേവതി ആകെ പേടിക്കുക. അപ്പോൾ പറയും എന്തായാലും നീ എവിടെ നിൽക്കണ വയ്ക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്ഥലം പറയും നീ അവിടെ നിൽക്കുന്നത് ഞാൻ വരുന്നു പറഞ്ഞിട്ട് സച്ചി പോവാണ്. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ രേവതി വന്നിട്ട് പറയും എന്നാൽ സച്ചിയുടെ ഒറ്റയ്ക്ക് കൊണ്ട് ഞാനും കൂടെ വരാം എന്ന് പറയുകയാണ്. അങ്ങനെ രേവതിയും കൂടെ പോവാണ് സച്ചിയുടെ കൂടെ. അപ്പോൾ പറയും സച്ചിയേട്ടന് വല്ല ഇതും ഉണ്ടോ, ഗുണ്ടകളാരെങ്കിലും ഏറ്റവും വഴക്കണക്കുമ്പോൾ ഞാനാരായിട്ടും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടാണ് നിനക്ക് എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ അതാണെങ്കിപ്പോൾ അതൊന്നല്ല അറിയും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം ഇവൻ നിൽക്കണം വഴിക്കിൽ. അപ്പോഴും ഈ ചക്കൻ ഈ പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി വണ്ടി നിർത്തി ഓടിച്ചെന്ന് അവനെ പിടിക്കുക. അല്ല അറിയും എന്താണ് സംഭവിച്ചു ചോദിക്കുമ്പോൾ എനിക്കറിയില്ല സച്ചിയേട്ടാ, വണ്ടിയുടെ ടയർ പഞ്ചറായി എന്ന് ഒരു 2 ആൾക്കാർ ബൈക്കിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി നിന്നിട്ട് നോക്കിയത്, അപ്പോഴേക്കടുത്ത് ഒരുത്തനെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി പറയും. അപ്പോൾ പറയും ഇപ്പോൾ വണ്ടി ടയർ പഞ്ചറായി നിനക്കറിയില്ലടാന്ന് നോക്കുമ്പോൾ അവൻ മിണ്ടുന്നില്ല. കാരണം അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ ഫുൾ ടൈം ഫോണിലാണ്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അപ്പോൾ പറയും നിനക്ക് ഇനി ആരുടെങ്കിലും അടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇല്ല അറിയും, നിനക്ക് CC അടയ്ക്കാണ്ടൊക്കെ ഒന്നുമില്ല അറിയും. പിന്നെ ആരാന്ന് നോക്കുമ്പോൾ എനിക്കറിയില്ല സച്ചിയേട്ടാന്നറിയാം. അപ്പോൾ അവിടുന്ന് ആകെ ഞാനിനി എന്ത് ചെയ്യും, അനൂപിനോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആകെപ്പാടെ വെപ്രാളം പിടിച്ച് സച്ചി എൻ്റെ കരച്ചിലിൻ്റെ വക്കത്തെത്തി. ഞാൻ ഇനി എന്താ ചെയ്യുക, ആരോടാ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴേക്കും ഇവിടെ ആൻ്റണി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആൻ്റണിയുടെ പഴയ ഗുണ്ടകൾ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ പറയും വണ്ടി ഒരുത്തൻ വിളിക്കുക
വിളിക്കുകയാണ്. അപ്പോൾ അറിയും ആ തടിയൻ, അതായത് ഓട്ടം കൊണ്ട് പോകുന്നവനാണ് വിളിക്കുന്നത്. ആ വണ്ടി എൻ്റെ കയ്യിലായിട്ടോ, ഞാനെന്താ ഇപ്പോൾ ഈ 500 മാല എന്താ ചെയ്യണം, വിൽക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ അറിയും നീ സ്വന്തമായിട്ട് ഇനി ഒരു പൂക്കട ഇട്ടിട്ട് ആ 500 മാല അങ്ങോട്ട് വിറ്റ് തീർക്കുകയെന്നറിയാം. അപ്പോൾ അറിയും ഈ സമയത്ത് ഇനിയിപ്പോൾ ഈ 500 മാല ഞാൻ എങ്ങനെ വിൽക്കാൻ അറിയാം. എടാ മണ്ട, അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാതെ അവർക്ക് സച്ചിക്ക് കിട്ടരുത്. വിശ്വനാഥിൻ്റെ കൈ കൊണ്ട് തന്നെ സച്ചി തീരണം. അവൻ എന്നോട് അത്രയ്ക്ക് ഇതാണ് ചെയ്തത്. അതുകൊണ്ട് വിശ്വനാഥിൻ്റെ കൈ കൊണ്ട് സച്ചി തീരണം. അതുകൊണ്ട് ആ മാല ഒരിക്കലും ഇനി സച്ചിയുടെ കയ്യിൽ കെട്ടരുത്, മണ്ഡപത്തിലും എത്തരുത് എന്നൊക്കെ പറയാം. അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറയുക. അവന് അത്രയ്ക്ക് അഹങ്കാരമാണ്, അവനുള്ളത് ഞാൻ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ മാക്സിമം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ അത്രയും മാല കെട്ടി ഉണ്ടാക്കിയത്. അങ്ങനെ മറ്റേ ഇവൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇങ്ങനെ വിട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരെയും എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ്. അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇട്ട് കൊണ്ട് കത്തിക്കുക എന്ന് പറയാൻ, നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആ തടീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ബൈക്കിൽ വന്നിട്ട് പറയും, വണ്ടിയൊക്കെ ഞങ്ങൾ തട്ടിയെടുത്തിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ ഇനി എന്താ പ്ലാൻ നോക്കിയപ്പോൾ പ്ലാനുണ്ട്, അവനെ കൊല്ലും, സച്ചിനെ കൊല്ലും, സച്ചിൻ്റെ കയ്യും കാലെങ്കിലും വെട്ടി മുറിച്ചിടും വിശ്വനാഥൻ. കാരണം അയാൾ ഒരു സാധാരണ രാഷ്ട്രീയ ഗുണ്ടയാണ് അയാളെ പിന്നെ എന്തായാലും അയാളോട് പറഞ്ഞ സമയത്ത് അയാളുടെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക, അത് വേണം അറിയാം. അവന് ഞാൻ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് അതെന്ന് സച്ചിക്ക്. അതോടുകൂടി അവന് ഒതുക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് സച്ചി ഇവിടെ ആകെ സങ്കടപ്പെട്ട് ബഹളം വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിട്ട് ഇരിക്കുകയാണ്. എന്താ പറയുക, ആരോട് പറയാൻ ആരുമില്ല, ഒരു സഹായത്തിനും കൂടി ആരുമില്ല. അപ്പോൾ അവിടുന്ന് അറിയും നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഏത് വഴിക്കാടാ പോയി, നീ മാല കൊണ്ടുപോയി ഉടനെ തന്നെ നീ എന്നെ വിളിച്ചോ, വണ്ടി കൊണ്ടുപോയി ഉടനെ. അപ്പോൾ വിളിച്ചു വന്നു. അപ്പോൾ ഏത് വഴിക്കാണ് പോയോ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ നേരെയാണ് പോയത് പറയും. അപ്പോൾ സച്ചിയേട്ടാ എൻ്റെ ആ വണ്ടി നഷ്ടപ്പെട്ട അച്ഛൻ എന്നെ ചീത്ത അറിയും, നീ പോയിക്കോർന്നു, നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, മാല സമയത്ത് കൃത്യസമയത്ത് മണ്ഡപത്തിലാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെപ്പോലുള്ളിടത്താണല്ലോ ഞാൻ ഇത് വണ്ടി വിട്ടത്, നിന്നെപ്പോലുള്ള ആളടുത്താണല്ലോ സാധനം കൊടുത്തയച്ചത് എന്നൊക്കെ പറഞ്ഞ് സ്വയം പറയുന്നുണ്ട്. മറ്റുള്ളവരെയും ചീത്ത അറിയുന്നുണ്ട്. അറിയും ആ രവതി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് കയറുമ്പോൾ ഞാനും കൂടെ വരാം സച്ചിയേട്ടാ അറിയും, നീ പോയിക്കോർന്നു, നീ എൻ്റെ കൺവെട്ടത്ത് കണ്ടുവരുത് പറഞ്ഞിട്ട് അയാളെ ചീത്ത അറിയാണ്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. അപ്പോൾ രവതി ഓട്ടോറിക്ഷയിൽ കയറി രണ്ടാളും കൂടെ അങ്ങനെ പോവുകയാണ്. ഞാൻ എവിടെ പോയി തരയും ഭഗവാനെ, എന്താ ഞാൻ നീ ചെയ്യുക, ആരോടെ ഞാൻ ചോദിക്കുക അത് എന്നുള്ളത്, ആരാണ് ഇത്രയും ശത്രുക്കൾ, എനിക്ക് ആരാണ്. അപ്പോൾ രവതിക്കും സച്ചിയേട്ടനെ ആരുമായിട്ടെങ്കിലും അടി ഉണ്ടാക്കിയാണോ നോക്കിയാൽ പറയും, നീ എന്തായി പറഞ്ഞത്, ഞാൻ തങ്ങുണ്ടേ ആൾക്കാരോട് വിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ടിരിക്കുക രവതി എന്നിട്ട് രവതീനെ ചീത്ത അറിയുക. എവിടേക്ക് പോകും ഞാൻ പറയുമ്പോഴേക്കും അനൂപിൻ്റെ കോൾ വരും. അപ്പം അനൂപാണല്ലോ വിളിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ പറയാം എന്നാൽ സച്ചിയുടെ ഫോൺ എടുക്കുക എന്ന് പറയും. അപ്പോൾ പറയും ഫോണ് ഇങ്ങനെ മടിച്ചെടുക്കുക, എടുത്ത് വിവരം പറയാം, സംഭവം പറഞ്ഞാലല്ലോ ഇപ്പോൾ അവർ അറിയുള്ളൂ. അങ്ങോട്ട് സച്ചിട്ടൊന്ന് വിവരം പറയാമെന്ന് പറയും. അങ്ങനെ ഫോണിൽ സച്ചി വിവരം പറയുമ്പോൾ ഹലോ പറയുമ്പോൾ അനൂപ് പറയുമ്പോൾ അനൂപല്ല ഞാനാണ് വിശ്വനാഥൻ. അപ്പോൾ അയാളെ വിളിക്കുന്നത് കാലനാണ്, നിൻ്റെ കാലൻ എന്നൊക്കെ പറയും. എനിക്ക് കൃത്യസമയത്ത് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ സച്ചി നിൻ്റെ പണി ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭീഷണിപ്പെടുത്തി ഫോൺ ചെയ്യുക. അതിലാകെ സച്ചി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇന്നത്തെ പിന്നെ എന്താ പറയുക ചെമ്പനീർ പൂവ്. അങ്ങനെ എന്തായാലും പെട്ടെന്ന് മാല കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കഥയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചെമ്പനീർ പൂവ് അങ്ങനെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ രാധാസ്വാമി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒരു ലൈക്കൊക്കെ ചെയ്ത്. പിന്നെ അതുപോലെ കഥയാണ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം, പിന്നെ ഡയലോഗുകൾ മുഴുവൻ പറഞ്ഞില്ല എന്നും വരാം. അതുകൊണ്ട് ക്ഷമിക്കുക, ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.